സെർച്ചിംഗ് എന്നാണോ ഇതിന് പറയുന്നത്? പോലീസുകാരല്ലേ മേഡം, എത്ര പറഞ്ഞാലും കേൾക്കില്ല. വിഷ്ണു എപ്പം പിടിയിലാകുന്നു അതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നിർത്താനാ പറഞ്ഞത്. ഇത് അതിക്രമമാണ്. എന്തും കാണിക്കാന്നുള്ള ധാർഷ്ട്യം. സെർച്ചിങ്ങിന്റെ കാര്യവും പറഞ്ഞ് കട തല്ലിപ്പൊളിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരാ തന്നത്? മേഡം, മേഡം ഇപ്പോ നിർബന്ധിത ലീവില. അതായത് അധികാര കസേരയിലല്ല മേഡം ഇപ്പൊ ഇരിക്കുന്നെന്ന് പറഞ്ഞു വരുവായിരുന്നേ. വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചുപയോഗിക്കേണ്ടി വരും, പ്രത്യേകിച്ച് നക്ഷത്രചിഹ്നം കൂടുതലുള്ള പോലീസുകാരനോടെ. തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കളക്ടറുടെ അധികാര കസേരയൊന്നും വേണ്ട മിസ്റ്റർ ACP. ലോകത്തേതൊരു പെൺകുട്ടിക്കും ഏതൊരു സ്ത്രീക്കും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആക്രമിക്കപ്പെട്ട അത് ചോദ്യം ചെയ്യാനും അത് തടയാനുള്ള അവകാശമുണ്ട്. അതിന് യൂണിഫോമിലെ നക്ഷത്രചിഹ്നമൊന്നും നോക്കേണ്ട കാര്യമില്ല. പറയുന്ന ഒരാൾക്ക് അല്പം കോമൺ സെൻസ് ഉണ്ടായാൽ മാത്രം മതി. ഇത് ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശപ്പെട്ട നിയമോ, സെക്ഷൻ 103. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്? പറയാനില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രഹസനം ഒഴിവാക്കി ഇവിടുന്ന് ഒഴിഞ്ഞു തരണം. അതാ നിങ്ങൾക്ക് നല്ലത്. മേഡം, ഈ സ്പിരിറ്റ് കേസ് ഉണ്ടല്ലോ, അത് കെട്ടിച്ചമച്ചതാണെന്നും ലോറിയിൽ നിന്ന് പിടിച്ചത് ബാർലരി വെള്ളമാണെന്നും ഭർത്താവ് വിഷ്ണു ഈ നിരപരാധിയാണെന്നും വാദിക്കാനുള്ള പുറപ്പാടാണോ? എന്റെ ഭർത്താവല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് എല്ലാവരെക്കാളും കൂടുതൽ നന്നായി ACPക്കല്ലേ അറിയാവുന്നേ. അത് ശരി, വാദിയെ പ്രതിയാക്കുവാണോ? ചിലപ്പോ അങ്ങനെ ആകും മിസ്റ്റർ ACP. സാഹചര്യം ഒത്തുവന്ന, ചിലരുടെ സാന്നിധ്യം മനസ്സിലാക്കി തന്ന ഏത് വാദിയും പ്രതിയാവും. പിന്നെ എന്റെ ഭർത്താവല്ല ഇത് ചെയ്തിരിക്കുന്നെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കമല,